മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. വർഷം 2025 നിങ്ങൾക്കെല്ലാവർക്കും സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഇപ്പോൾ ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനവും 4ാം ഭാവവുമായ ഇടവത്തിലാണ്. 2025 മെയ് 14 ഗുരു ഇവിടെ നിന്നും 5ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു സാധാരണയായി ഒരു രാശിയിൽ 12 മാസമായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്നതാണ്. പക്ഷേ 2025 ഗുരു 1 പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. ആദ്യം മെയ് 14 ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറും. ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരി എന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ മിഥുനത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ 18 കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു വെറും 5 മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും. ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുമല്ലോ. കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നവംബർ 11 ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്ന ഗുരു 2025 1 പകരം 3 പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും. അതായത് ആദ്യം ഇപ്പോൾ നിൽക്കുന്ന ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കിടകത്തിലേക്കും, പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് തിരിച്ച് മിഥുനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 11ഉം 2ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് കേന്ദ്രസ്ഥാനത്താണ്. ലാഭസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും. ബിസിനസ്സിലും കരിയറിലും മറ്റും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ ഗുരു ധനസ്ഥാനമായ 2ാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ആകർഷത ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും. ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 8ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി 10ാം ഭാവത്തിലും, 9ാം ദൃഷ്ടി 12ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. 8ൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. അതുപോലെ ഇൻലോസുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതും
അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി 10-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഇത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഓഫീസിൽ ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും മറ്റും സഹകരണം ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. നന്നായി ശ്രമിച്ചാൽ പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും. പിതാവിൻ്റെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നത് 12-ാം ഭാവത്തിലാണ്. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതല്ലെങ്കിൽ പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനോ ഒക്കെ ആയിരിക്കും ഈ ചിലവുകൾ ചെയ്യുന്നത്. മെയ് 14-നും ഒക്ടോബർ 18-നും ഇടയ്ക്ക് ഗുരു മിഥുനത്തിൽ അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് വളരെ ക്രിട്ടിക്കലായിരിക്കും. അതായത് ഏകദേശം 5 മാസക്കാലത്തോളം ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് അധികം ആലോചിക്കാതെയും ധൃതി പിടിച്ചും കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. പല സമയത്തും ഇത് കാരണം നിങ്ങൾക്ക് ഹാനികൾ വരാനും സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഗുരു 2-ാം ഭാവാധിപനാണല്ലോ. ഈ സമയത്ത് അധികം ആലോചിക്കാതെ ഷെയർ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ചിലപ്പോൾ പ്രോഫിറ്റ് വരാനിടയാക്കും. പക്ഷേ അതിൽ നഷ്ടം വരാനായിരിക്കും കൂടുതലും സാധ്യതകൾ. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് മറ്റുള്ളവരുമായി കൺസൾട്ട് ചെയ്ത് ധൃതി പിടിക്കാതെ വേണം ചെയ്യുവാൻ. ഈ 5 മാസക്കാലം നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഫലങ്ങളും ലഭിക്കുന്നത്. ഒക്ടോബർ 18-ാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് കുറയുവാൻ തുടങ്ങുന്നതായിരിക്കും. ഇവിടെ നവംബർ 11-ാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതുമായിരിക്കും. അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5-ാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും. ഗുരു കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടി 10-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 12-ാം ഭാവത്തിലും 9-ാം ദൃഷ്ടി 2-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ 3 ഭാവങ്ങളുടെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഈ 3 ഭാവങ്ങളിലെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ലഭിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അതിവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് വർഷം 2025-ലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.